ആര് പറഞ്ഞു നിങ്ങളോട് തോന്നിയ പോലെ CBI ഇറക്കാൻ? കേന്ദ്രത്തെ തകർത്തെറിയുകയാണ് സുപ്രീം കോടതി. മോദിക്ക് ഇതിലും വലിയൊരു നാണക്കേട് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം മമതയ്ക്ക് മുന്നിലാണ് മോദി ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നത്. അതായത് അധികാര പരിധി ലംഘിച്ച് കേസെടുത്ത CBI നടപടികൾ ബംഗാൾ സർക്കാർ സമർപ്പിച്ച ഹർജി നിലനിൽക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി കേന്ദ്രത്തിനെതിരെ കനത്ത തിരിച്ചടി നൽകിയത്. അതും പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായി കരുതിക്കൂട്ടി BJP ഉണ്ടാക്കിയെടുത്ത കള്ളക്കഥയുടെ ബാക്കിയാണിപ്പോൾ സുപ്രീം കോടതി പരിശോധിച്ചത്. അഥവാ സന്ദേശ് ഖാലി വിഷയം. മമതയെ പൂട്ടിക്കെട്ടാനും തൃണമൂൽ ഭരണത്തിൽ ബംഗാൾ സംസ്ഥാനം ഒട്ടും സുരക്ഷിതമല്ല എന്ന് വരുത്തി തീർക്കാനുമായിട്ടായിരുന്നു ഒരു പീഡന കഥയുമായി BJP കളം നിറഞ്ഞത്. എന്നാൽ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറയുമ്പോൾ മോദി തന്നെ തകർന്നടിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാവുന്നത്. മോദി മൂന്നാം മൂഴം സ്വപ്നം കണ്ട് ഇറങ്ങിത്തിരിച്ചപ്പോൾ തന്നെ പലയാവർത്തി മോദി അറയും കൂട്ടരും ഉൾക്കൊള്ളുന്ന കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതാണ്. മൂന്നാം മൂഴത്തിൽ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം BJP സർക്കാരിൽ വിശ്വാസമില്ല എന്ന് മണിപ്പൂരിനെ എടുത്തുയർത്തി കാണിച്ചുകൊണ്ട് ഇതേ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിന്റെ ഇരട്ട എഞ്ചിൻ സർക്കാരിന് താക്കീത് നൽകിയതും നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ പിന്നാലെയാണിപ്പോൾ ഇത്തരത്തിൽ സന്ദേശ് ഖാലി വിഷയത്തിലും ബംഗാളിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കേന്ദ്രത്തിന് സുപ്രീം കോടതി വമ്പൻ പ്രഹരം നൽകുന്നത്. നേരത്തെ സംസ്ഥാനത്ത് കേസെടുക്കാൻ CBIക്ക് നൽകിയ അനുമതി ബംഗാൾ സർക്കാർ പിൻവലിച്ചിരുന്നു. പിന്നാലെ സന്ദേശ് ഖാലി വിഷയത്തിൽ അനുമതിയില്ലാതെ കേസെടുത്ത CBI നടപടിയാണ് ബംഗാൾ സർക്കാർ ചോദ്യം ചെയ്തത്. ഹർജി നിലനിൽക്കില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം തള്ളിയ സുപ്രീം കോടതി പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ ഹർജിയിൽ വാദം കേൾക്കുമെന്ന് അറിയിച്ചതോടെ മമതയ്ക്ക് മുന്നിൽ മോദിയും കൂട്ടരും മൂക്കും കുത്തി വീഴുന്ന കാഴ്ചയാണ് കാണാനാവുന്നത്.